ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 150. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1-ലെ 92-ാമത്തെ സൂക്തമാണ്. ഇതിലെ ദേവത ഉഷസ്സാണ്. ഉഷസ് എന്ന് പറയുമ്പോൾ ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ ചുറ്റിലുമുള്ള പ്രകാശമാണ് ആദ്യം പുറത്തേക്ക് വരിക. നമ്മളൊരു മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ചാലും ആ തിരിയുടെ ചുറ്റും ഒരു പ്രകാശവളയമുണ്ട്. അതുപോലെ സൂര്യൻ്റെ ആ പ്രകാശവളയമാണ് ആദ്യം പ്രത്യക്ഷമാവുക. അതാണ് ഉഷസ്. അപ്പം ആ ഉഷസ്സിനെ പറ്റിയാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അതെങ്ങനെയെല്ലാം നമ്മളെ സ്വാധീനിക്കും, അതിൻ്റെ ധർമ്മമെന്ത്, അതെന്താണ് ദിവസവും ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെല്ലാം പറയുന്നത്. കുറേയെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്, കുറേയെല്ലാം ശാസ്ത്രലോകം കണ്ടെത്താത്ത ചില കാര്യങ്ങൾ കൂടിയാണ്. നമുക്കെന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം 1-ൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 92-ൽ 1. ഋഷി ഗൗതമൻ ദേവത ഉഷസ് ഛന്ദസ് ജഗതി തൃഷ്ടുപ പങ്ക്തി ഏതാ ഉത്വ ഉഷസ കേതും അക്രത പൂർവേ അർത്ഥേ രജസോഭാനുമഞ്ജതേ നിഷ്കൃണ്വാന ആയുധാനീവ തൃഷ്ണവ പ്രതിഗാവോ ഋഷീർയന്തി മാതരഹ. ഉഷസ്സുകൾ അന്തരീക്ഷത്തിന്റെ പൂർവാർത്ഥത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. അരുണവർണ്ണങ്ങളോടുകൂടിയ ഗോമാതാക്കൾ ആയുധധാരികളായ വീരന്മാർക്ക് തുല്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഉഷസ് അന്തരീക്ഷത്തിന്റെ പൂർവാർദ്ധ ഭാഗത്ത് പ്രകാശം പരത്തിക്കൊണ്ട് അരുണവർണ്ണത്തോടുകൂടി ഗോമാതാക്കൾ വീരന്മാർക്ക് തുല്യം മുന്നേറുന്നു. ഗോമാതാക്കൾ എന്ന് പറയുന്നത്, ഗോക്കൾ എന്ന് പറയുന്നത് ഇവിടെ രശ്മികളാണ്. ഈ രശ്മികൾ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഈ ഊർജം പുറത്തേക്ക് വരുന്നത്? ഇലക്ട്രോണുകളിൽ നിന്നാണ്. അവിടെ ഒരു കത്തൽ പ്രക്രിയ നടക്കുമ്പോൾ ആറ്റങ്ങളിൽ വെച്ച് ചില പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു. അവിടെ ഒരു കത്തൽ പ്രക്രിയ നടക്കുന്നുണ്ട്. അത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ കത്തുമ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇലക്ട്രോണുകളും ആറ്റങ്ങളും എല്ലാമാണ്. അപ്പോൾ അതിൽ നിന്നാണ് ആ ഊർജം, ഇലക്ട്രോണിൻ്റെ ആറ്റത്തിലുള്ള ഇന്റേണൽ എനർജി എല്ലാമാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഗോമാതാക്കൾ എന്ന് പറഞ്ഞത്. ആ രശ്മികൾക്ക് നമ്മളെല്ലാം സ്വാധീനിക്കാൻ കഴിവുണ്ട്. സൂര്യൻ്റെ ആ രശ്മികൾക്ക് വളരെ പവർഫുള്ളാണ്. ചെടികൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാം ഇതിനെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗോമാതാക്കൾ എന്ന് പറഞ്ഞത്. ഗോക്കൾ എന്ന് പറയുമ്പോൾ രാസപ്രവർത്തനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഊർജമാണ്. അവർ വിദ്വാൻമാർക്ക് സമാനം മുന്നേറുന്നു. വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ വളരെ ജ്ഞാനമുള്ളവരാണ്. അവരാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇവിടെ ചെടികളെല്ലാം വളരണ്ടെങ്കിൽ ആ സൂര്യപ്രകാശം വേണം. അതിൽ നിന്ന് വരുന്ന ഊർജമെല്ലാം തന്നെയാണ് മഴക്ക് കാരണമാകുന്നുണ്ട്. മഴയുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ജീവജാലങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വളരെ വലിയ അർത്ഥത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. ഇനി 2-ൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92-ൽ 2. അപത്നൻ അരുണാഭാനുവോ വൃഥാസ സ്വാ യുജോ അരുഷീർഗ അയുക്ഷത അക്രന്നുഷാസോപയുനാനി പൂർവഥ ദിശന്തം ഭാനം അരുഷീർ അശിഷ്ട്രയുഹോ. അരുണശോഭയുള്ള ഉഷസ് ഉദയം ചെയ്തു. അവൾ ശുഭ്രമായ ഗോക്കളെ രഥത്തിൽ കെട്ടി
പതിവ് പോലെ പ്രാണികളെ ചൈതന്യം ഉള്ളവയാക്കി. വെട്ടിത്തിളങ്ങുന്ന സൂര്യപ്രകാശത്തിൽ ലയിച്ചു. അരുണവർണ്ണത്തിൽ ഉഷസ് ഉദയം ചെയ്തു. അപ്പം ഉഷസ് ഉദയം ചെയ്യുമ്പോഴുള്ള ആ വർണ്ണത്തിനെ അവർ ശുഭ്രങ്ങളായ ഗോക്കളെ രഥത്തിൽ കെട്ടി. വളരെയധികം ഗുണം ചെയ്യുന്ന ഗോക്കളെ രഥത്തിൽ കെട്ടിക്കൊണ്ടാണ് അവള് പുറത്തേക്ക് വരുന്നത്. ഉഷസ്സിനെ സ്ത്രീയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ രശ്മിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനമുള്ളവര് രാവിലത്തെ വെയിൽ കായണം എന്നെല്ലാം പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ആ ഊർജം ഇതിൽ നിന്നാണ് കിട്ടുന്നത്? ആ രശ്മിയിൽ നിന്നാണ് കിട്ടുന്നത്. രശ്മിയിൽ നിന്ന് ആ രശ്മിക്ക് എവിടെ നിന്നാണ് ഊർജം കിട്ടുന്നത്? അകത്ത് നടക്കുന്ന കത്തൽ എന്ന രാസപ്രക്രിയയിലൂടെയാണ്. അതിലെ ഇലക്ട്രോണുകളെല്ലാം തന്നെയാണ് പങ്കെടുക്കുന്നത്. ഇലക്ട്രോണാണ് ഗോക്കൾ എന്ന് പറയുന്നത്. അപ്പം അതിനെ രഥത്തിൽ കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രഥമാണ്, വെളിച്ചമാണ് സഞ്ചരിച്ചിട്ട് ഈ ഭൂമിയിലുള്ള ചെടികൾ വളരുന്നതിനും എല്ലാമായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മളെ ശരീരത്തിൽ പോലും ആ രശ്മികൾക്ക് വലിയ വൈറ്റമിനെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം കൊള്ളണം എന്നെല്ലാം ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് പറയുകയാണ്? പ്രാണികൾക്ക് ചൈതന്യം നൽകിക്കൊണ്ട്. അങ്ങനെയാണ് പ്രാണികൾക്ക് ചൈതന്യം നൽകുന്നത്. വെള്ളിത്തിളങ്ങുന്ന സൂര്യന്റെ പ്രകാശത്താൽ ലയിച്ചു. വെട്ടിത്തിളങ്ങുന്ന സൂര്യന്റെ പ്രകാശത്താൽ ലയിച്ചു. കുറെ കഴിയുമ്പോൾ സൂര്യന്റെ പ്രകാശം ഫുള്ള് വരുമ്പോൾ പിന്നെ നമുക്ക് ആ ഉഷസ്സിനെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല. രാവിലെ കാണുന്ന ഒരു തരത്തില്, എന്നാലും സൂര്യന്റെ ചുറ്റും ഒരു ഉഷസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും നോക്കാനും പറ്റില്ല. ആ ഉദിക്കുന്ന സമയത്ത് അതിനെല്ലാം പ്രകടമായിട്ട് കാണുകയുള്ളൂ. പിന്നെയെല്ലാം അതെന്ത് ചെയ്യാണ്? ആ സൂര്യന്റെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തില് ലയിച്ചു പോവുകയാണ്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92-3. അർച്ചന്തി നാരി റപസോന വിഷ്ടിഭിസമാനേന യോജനേന പരാവത വിഷംവഹന്തി സുഹൃദേ സുദാനവേ വിശ്വേദഹ യജമാനായ സുന്നുവതേ. സോമം പിഴിഞ്ഞെടുക്കുന്നവനും ഉത്തമ കർമാവും ദാനശീലനുമായ യജമാനന് ദൂരെ നിന്നും ആഗതനായ ഉഷസ് എല്ലാ ധനങ്ങളും നൽകുകയും എങ്ങും വെളിച്ചം പരത്തുകയും ചെയ്യുന്നു. ഈ ഉഷസ് എല്ലായിടവും വെളിച്ചം പരത്തുന്നത് നമുക്കറിയാം. ഉഷസ് വരുമ്പോൾ എല്ലായിടവും വെളിച്ചം പരത്തും. സോമം പിഴിഞ്ഞെടുത്ത് യജ്ഞം നടത്തുന്ന യജമാനന് ധനം നൽകുന്നു. യജമാനന്മാർ അപ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. സോമെല്ലാം പിഴിഞ്ഞെടുത്തിട്ടാണ് കർമ്മം ചെയ്യുക. സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്സ്. എന്തെങ്കിലും ഇപ്പം ചോറ് വെക്കുമ്പോൾ രാവിലെ ചായ ഉണ്ടാക്കുക. എല്ലാവരും വെളിച്ചം വരുമ്പോഴാണ് എണീച്ചിട്ട് ചായ ഉണ്ടാക്കുന്നത്. ചായ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ സോമം ഏതെല്ലാണ്? ചായപ്പൊടിയും വെള്ളമെല്ലാം. അപ്പം സോമം ഉപയോഗിച്ചിട്ട് യജ്ഞം നടത്തുന്ന മനുഷ്യർക്ക് ധനം നൽകുന്നു. ധനം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അധ്വാനിപ്പിക്കുന്നു. ഈ കർമ്മങ്ങളെല്ലാം സൂര്യൻ്റെ ഉദയവുമായിട്ട്, ഈ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ നാഡികളിലൂടെ സൂര്യൻ ചലിക്കുന്നുണ്ട്. ആ ചലിക്കുന്ന സൂര്യനാണ് നമ്മളെ നാഡികളെയെല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും അതിൻ്റെ ഫലം നൽകുന്നതുമല്ല. അത് ഓൾറെഡി തീരുമാനിച്ചതാണ്. അതിൻ്റെ സൂര്യൻ്റെ ആ ഗ്രഹങ്ങളുടെ എല്ലാം ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറേ കാര്യങ്ങളൊന്നും ശാസ്ത്രലോകത്തിന് മനസ്സിലായിട്ടില്ല. അത് ക്രമത്തിൽ മനസ്സിലാകണം. ഇനി 4-മത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92-4. അധിപേശാംസി വപദേ നൃദോറിവാപോർണുദേ പക്ഷ ഉശ്രേവ വർജഹം ജ്യോതിർവിശ്വസ്മേ ഭുവനായ കൃണ്ണുതി ഗാവോ ന വജ്രം ഉഷ ആവർത്തമാ. ഉഷസ് ഒരു നർത്തകിയെ പോലെ വിവിധ രൂപങ്ങൾ ധരിക്കുകയും ഗോവിന് തുല്യം സ്തനം പ്രകടമാക്കുകയും ചെയ്യുന്നു. അവൾ എല്ലാ ലോകങ്ങളെയും പ്രകാശത്താൽ നിറയ്ക്കുകയും ഇരുട്ടിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു.
ഒരു നർത്തകിയെ പോലെ വരുന്ന ഉഷസ്, രാവിലത്തെ ഉഷസ്സിനെക്കാണ് നല്ലൊരു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഒരു നർത്തകി വരുന്ന പോലെയാണ് ആ ഉഷസ്. ഒരു അത്രയും ഭംഗിയിലാണ് ഉഷസ് സ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് വരുമ്പോൾ ഗോവിന് തുല്യം സ്ഥാനം പ്രകടമാകുന്നു. ഗോവിന് തുല്യം സ്ഥാനം പ്രകടമാകുന്നു. സ്ഥാനം, ഗോവിൻ്റെ സ്ഥാനം അറിയാലോ. ഇപ്പം നടുവിൽ സൂര്യനും അതിന് ചുറ്റും വെളിച്ചമുള്ള മാതിരി, അത്തരത്തിൽ തന്നെയല്ലേ സൂര്യൻ്റെ ബിംബം പൊന്തി വരുന്നത്. സൂര്യബിംബം ഇങ്ങനെയാണ് വരിക. സൂര്യൻ അതിൻ്റെ ചുറ്റുമായിട്ട് സ്ഥാനക്കണക്കെയാണ് അത് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം കവിഭാവനയിൽ അങ്ങനെ വർണ്ണിച്ചു പോകുന്നതായിട്ട് കണ്ടാൽ മതി. ഗോവിന് തുല്യം, ഗോവിൻ്റെ സ്ഥാനം പോലെ പ്രകടമാകുന്നു എന്നാണ് പറയുന്നത്. അവൾ എന്താണ് ചെയ്യുന്നത്? അവൾ ഇരുട്ടിനെ നശിപ്പിച്ച് എല്ലാ ലോകത്തിനും പ്രകാശം നൽകുന്നു. അതിനൊന്നും വ്യാഖ്യാനം ആവശ്യമില്ല. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92 5. പ്രത്യർച്ചീർ രുദസ്യ അദർശി വിതിഷ്ഠതേ ബാധതേ കൃഷ്ണമഭ്യം സ്വരുംന പേശോ വിദതത്തേഷു അഞ്ജശ്ചിത്രം ദിവോ ദുഹിതാ ഭാനുമശ്രേത്. ഉഷസിന്റെ പ്രകാശം സർവത്ര വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ വിശാലമായ അന്ധകാരത്തെ അകറ്റി ഇല്ലാതാക്കി. ആകാശത്തിന്റെ പുത്രിയായ ഉഷസ് അത്ഭുത പ്രകാശത്താൽ യുക്തമായി. ആകാശപുത്രിയായ ഉഷസ്. അപ്പോൾ ഉഷസിന്റെ പുത്രിയായിട്ട്, അല്ല, ആകാശത്തിന്റെ പുത്രിയായിട്ട് ഉഷസിനെ ചിത്രീകരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കവിഭാവനയാണ്. അല്ലാതെ നമ്മൾ ആകാശമുണ്ട്, അതൊരു മനുഷ്യന്റെ രൂപത്തിൽ അതിന്റെ പുത്രിയാണ് എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പം ആകാശത്തിന്റെ പുത്രിയായ ഉഷസ് അത്ഭുത പ്രകാശത്താൽ, അതിന്റെ പ്രകാശത്തെ അത്ഭുതകരമാണ്. അതെന്ത് ചെയ്യുന്നു? അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് പ്രകാശം സർവത്ര വ്യാപിക്കുന്നു. എല്ലായിടവും അതിൻ്റെ വെളിച്ചം പരക്കുമ്പോൾ അന്ധകാരമെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ഇതെല്ലാം നമുക്കറിയുന്ന, പലതും നമുക്കറിയുന്ന കാര്യങ്ങളാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വേദത്തിൽ ആർക്കും ഇത്തരം വരികളിലെല്ലാം കയറിയിട്ട് പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കാം. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92 6. അദാരിഷ്മത്തമസസ് പാരമസ്യോഷ ഉച്ചന്തി വയുനാകൃണോതി ഷിയേ ചന്ദോന സ്മയദേ വിഭാതി സുപ്രതീക സൗമനസായാജീഗഹ. നാം അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്നു. ഉഷസ് എല്ലാ സ്ഥലങ്ങളിലും സ്പഷ്ടമായി. അവൾ പ്രകാശം പരത്തി സ്വച്ഛന്തമായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ സന്തുഷ്ടയായി സുന്ദരമായ ഒരു സ്ത്രീക്ക് സമാനം ശോഭിക്കുന്നു. ഉഷസ് എല്ലായിടവും പ്രകടമാകുമ്പോൾ, അതായത് ഉദിച്ച് വെളിച്ചം എല്ലായിടത്തും എത്തുമ്പോൾ നാമം അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരുന്നു, നമ്മുടെ ഇരുട്ട് മാറുന്നു. അവൾ പ്രകാശം പരത്തി പുഞ്ചിരി തൂകുന്നു. അതെല്ലാം കവിഭാവനയിൽ പുഞ്ചിരിക്കുന്ന മാതിരി കവികൾക്ക് തോന്നും. അവളൊരു സ്ത്രീക്ക് സമാനം പ്രശോഭിക്കുന്നു. അത് കവിയുടെ ഭാവനയാണ്. അവളെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവൾ സ്ത്രീക്ക് തുല്യം പ്രശോഭിക്കുന്നു. കാരണം ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആ ഒരവസ്ഥ കാണാൻ നല്ല ഭംഗിയാണ്. ഉദയ സൂര്യൻ്റെ അതിൻ്റെ കൂടെയാണല്ലോ ആരുള്ളത്? ഉഷസ് ഉള്ളത്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92 7. പാസ്വതീ നേത്രീ സുനൃതാനാം ദിവസ്തവേ ദുഹിതാഗോവതമേഭി പ്രജാവതോ നൃവതോ അശ്വബുദ്ധ്വാനു ഷോഗോ അഗ്രാം ഉപമാസി വാജാൻ. പ്രിയ സത്യവാണിക്ക് നേരെ നമ്മെ നയിക്കുന്നവളും പ്രകാശിക്കുന്നവളുമായ
ആകാശപുത്രിയായ ഉഷസ് ഗൗതമന്മാരാൽ സ്തുതിക്കപ്പെടുന്നു. ഉഷസ് ഞങ്ങൾക്ക് പുത്രർ, പൗത്രർ, അശ്വങ്ങൾ ആദിയായ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. സത്യവാണിക്കു നേരെ നമ്മെ നയിക്കുന്ന ഉഷസ്സിനെ ഗൗതമന്മാർ സ്തുതിക്കുന്നു. സത്യവാണി എന്ന് പറഞ്ഞാൽ ശരിയായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന, നമ്മെ നയിക്കുന്ന, നമ്മൾ എന്തിനാണോ സൃഷ്ടിച്ചത് ഓരോ ദിവസവും ഓരോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മത്തിലേക്കാണ് ഉഷസ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതെല്ലാം വേദങ്ങളിൽ പറഞ്ഞതാണ്. അതാണ് സത്യവാണി എന്ന് പറഞ്ഞത്. അത് ഏതിലൂടെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്? നമ്മളെ നാഡികളിലൂടെ ആക്ട് ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് നയിക്കുന്നത്. അതിനെ ഗൗതമന്മാർ സ്തുതിക്കുന്നു. ഈ സത്യം, ഈ ഉഷസ്, ഈ സൂര്യൻ്റെ രശ്മികൾ നമ്മളെ നാഡികളിലൂടെ നമ്മളെ നയിക്കുന്നുണ്ട് എന്നുള്ള സത്യം ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ സൂക്തം എഴുതിയ ഋഷികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഋഷികൾ അവരെ സ്തുതിക്കുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? നീ ഞങ്ങൾക്ക് പുത്രൻ, പൗത്രൻ, അശ്വങ്ങൾ എന്നിവ നൽകുക. അതായത് നമുക്ക് മക്കളുണ്ടാകുന്നതും നമ്മളെ ഐശ്വര്യവും പുത്രന്മാരും പൗത്രന്മാരും നമ്മളെ ബലവുമെല്ലാം അവൾ നൽകുന്നതാണ്. ആ ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മളെ നാഡികളിലൂടെയാണ് നമുക്ക് ബലം നൽകുന്നത്. ആവശ്യമായ സമയത്ത് പുത്രന്മാരെ ജനിപ്പിക്കുന്നത്, പൗത്രന്മാരെ ഉണ്ടാക്കുന്നത് എല്ലാം കാലം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് നടക്കുന്നത്. അത് ഈ ഉഷസ് ഓരോ ദിവസവും ഉദിക്കുന്നതനുസരിച്ചാണ് അത് നമ്മുടെ കർമ്മങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മക്കളെ ഉണ്ടാകുന്നതടക്കം അതിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92-8. ഉഷസ് തം അശ്യാം യശസം സുവീരം ഭാസപ്രവർഗം രൈമശ്വബുദ്ധ്യം സുദംസസാശവസായ വിഭാസി വാജപ്രസുദാസു ഭഗേ ബൃഗന്തം. ഉഷസ് ഭാഗ്യവതിയാണ്. എനിക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും കുതിരകളെയും യുക്തമായ യശസ് പൂർണ്ണ ധനത്തെയും നൽകുന്ന അവൾക്ക് എപ്പോഴും ഞാൻ വിധേയൻ ആയിരിക്കുന്നതാണ്. പുത്രപൗത്രാദികളെയും ധനത്തെയും നൽകുന്ന സൗഭാഗ്യവതിയായ നിനക്കെപ്പോഴും ഞാൻ വിധേയനാണ്. ഞാൻ നിനക്ക് വിധേയനായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം നീയാണ് പുത്രന്മാരെ തരുന്നത്, നീയാണ് പൗത്രന്മാരെ തരുന്നത്, നീയാണ് ധനം നൽകുന്നത്. എന്നെക്കൊണ്ട് യജ്ഞം ചെയ്യിപ്പിച്ചിട്ട് ധനമെല്ലാം നേടിത്തരുന്നത് നീയാണ്. അപ്പം അങ്ങനെയുള്ള നിനക്ക് ഞാൻ വിധേയനാണ്. ഇവിടെ പറയുന്ന ഇതിൽ വലിയൊരു ശാസ്ത്ര തത്വമുണ്ട്. ഗ്രഹങ്ങളാണ് നമ്മളെ നാഡികളിലൂടെ നമ്മളെ ചിന്തകളെ ഉണർത്തി നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കർമ്മം ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ധനമെല്ലാം നേടിത്തരുന്നത്. ഇതെല്ലാം ഓൾറെഡി ഒരു പ്ലാനുണ്ട്. പ്ലാൻ എന്ന സൂര്യൻ എന്ന സൗരയൂഥം എന്ന ക്ലോക്കിലെ സമയവുമായിട്ട് കാലവുമായി ബന്ധിപ്പിച്ചിട്ടാണ്, അതിൻ്റെ ചലനത്തിലൂടെയാണ്, നമ്മളെ നാഡികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതൊന്നും ശാസ്ത്രലോകം ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92-9. വിശ്വാനി ദേവി ഭുവന അഭിചക്ഷ്വാ പ്രതീജി ചക്ഷുർ ഉർവിയാ വിഭാതി വിശ്വം ജീവം പരസേ ബോധയന്തി വിശ്വസ്യ വാചം അവിതന്മനായോഹോ. ഉഷസ് എല്ലാ ലോകങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് പശ്ചിമ അഭിമുഖമായി പ്രകാശിക്കുകയും എല്ലാ ജീവികൾക്ക് കർമ്മചൈതന്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അവൾ ചിന്താശീലമുള്ള എല്ലാ ജീവികളുടെയും വാണി അറിയുന്നവൾ ആണ്. എല്ലാ ലോകങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് അവൾ പശ്ചിമ ദിക്കിലേക്ക് പ്രകാശം പരത്തുമ്പോൾ എല്ലാ ലോകത്തിലേക്കും വെളിച്ചം, എല്ലാ ലോകത്തെയും നിയന്ത്രിക്കുന്ന അവളാണ്. ആ സൂര്യൻ്റെ പ്രകാശം, ആ ഉഷസ്, ആ ശക്തി വിശേഷം
അത് നീങ്ങുമ്പോൾ അതെന്ത് ചെയ്യുന്നു? എല്ലാ ജീവികൾക്കും കർമ്മ ചൈതന്യം നൽകുന്നു. അതാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ ഉഷസ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ നാഡികളിലൂടെ നമ്മളെ ചിന്തകളെ ഉണർത്തും. എന്നിട്ട് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ ആ കർമ്മത്തിലേക്ക് കൊണ്ടുപോകും. ഇവൾ എല്ലാ ജീവികളുടെയും വാണി അറിയുന്നു. വാണി എന്ന് പറഞ്ഞാൽ ശബ്ദം. എല്ലാവരും എന്ത് ചെയ്യണം, ഏത് ശാസ്ത്ര തത്വപ്രകാരം ഓരോ ആളും നമ്മുടെ കർമ്മം എങ്ങനെയാണ്, അതെല്ലാം അവൾക്കറിയാം. നമ്മൾ ഇന്ന് രാവിലെ ഉദിക്കുമ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ് എന്നെല്ലാം അവൾക്ക് നല്ലവണ്ണം അറിയാം. ശാസ്ത്രം നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത് അതെല്ലാം അവൾക്ക് നല്ലവണ്ണം അറിയാം. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 92-10 പുനഃപുനർജായമാനാ പുരാണീ സമാനം വർണ്ണം അഭി ശുംഭമാന ശുക്നീവ കൃത്നുർവിജ ആമിനാന മർത്തസ്യ ദേവീ ജ്വരയന്ത്വായുഹു. ഉഷസ് വീണ്ടും വീണ്ടും പ്രകടമായി സമാന രൂപത്തിൽ എല്ലാ ഭാഗങ്ങളെയും പ്രശോഭിപ്പിക്കുന്നു. ഈ ഉഷസ് വേടസ്ത്രീ പക്ഷികളെ കൊന്ന് അവയുടെ എണ്ണം കുറയ്ക്കുന്നത് പോലെ മരണശീലത്തോടുകൂടിയ ജീവികളുടെ ആയുസ്സിനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും പ്രകടമാകുമ്പോൾ അവൾ ഓരോ ദിവസവും അവൾ പ്രകടമാകുമ്പോൾ അവൾ വേട്ട സ്ത്രീയെ പോലെ, വേട്ടയാടുന്ന സ്ത്രീകൾ പക്ഷികളെ പിടിച്ചിട്ട് അവയുടെ എണ്ണം സമൂഹത്തിൽ ലോകത്തിൽ കുറക്കുന്നത് പോലെ, ഓരോ ദിവസവും പക്ഷിനെ പിടിക്കുമ്പോൾ അവയുടെ എണ്ണം കുറയുന്നത് പോലെ ഞങ്ങളുടെ ആയുസ്സിനെയും കുറക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു ആയുസ് കുറഞ്ഞു. 1000 ദിവസമാണ് നമുക്ക് ആയുസ്സെങ്കിൽ ഒരു ദിവസം ഉദിച്ചു കഴിയുമ്പോഴേക്ക് 1001 കുറഞ്ഞു. പിന്നെ 999 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ആയുസ് കുറക്കുന്ന തരത്തിലാണ് അവൾ വന്നു പോകുന്നത് എന്ന് സാരം. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92-11 വിർണ്വദീവോ അന്താം അബോധ്വവ സ്വസാരം സനുദയുയോതി പ്രമിനദീ മനുഷ്യ യുഗാനി യോഷാജാരസ്യ ചക്ഷസ വിഭാതി. ഉഷസ് ആകാശത്തിന്റെ സീമകളെ സ്പഷ്ടമാക്കുന്നവളാണ്. അവൾ തൻ്റെ സഹോദരിയായ രാത്രിയെ ദൂരെ എവിടെയോ ഒളിപ്പിക്കുന്നു. യുഗങ്ങളായി മനുഷ്യരുടെ ആയുസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൾ തൻ്റെ കാമുകനായ സൂര്യന്റെ ദർശനത്താൽ ശോഭിക്കുന്നു. അവൾ ആകാശത്തിന്റെ സീമകൾ തെളിയിക്കുന്നു. അത് വരുമ്പോഴാണ് നമ്മൾ ആകാശത്തിന്റെ അതിരെല്ലാം ശരിക്കും മറ്റേ ഇരുട്ടാണ്, ഒന്ന് കണ്ടുകൂടാ. അപ്പൊ ആകാശത്തിന്റെ അതിരുകളെല്ലാം തെളിയിച്ചുകൊണ്ടാണ് അവൾ വരുമ്പോൾ എന്ത് പറ്റുന്നു? അവൾ തൻ്റെ സഹോദരിയായ രാത്രി പകലിന്റെ സഹോദരിയാണ്, എല്ലാം ദ്വയമാണല്ലോ. രാത്രിനെ എവിടെയോ ഒളിപ്പിക്കുകയാണ്. അതുവരെ ഇവിടെ രാത്രി ഉണ്ടായിരുന്നു. അവൾ വരുമ്പം രാത്രി ഒളിക്കും. യുഗങ്ങളായി മനുഷ്യരുടെ ആയുസ് കുറക്കുന്ന അവൾക്ക് യുഗങ്ങളായിട്ട് നമ്മളുടെ ആയുസ് കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജീവജാലങ്ങളുടെ തൻ്റെ കാമുകനായ സൂര്യദർശനത്താൽ ശോഭിക്കുന്നു. അവൾ ശോഭിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ കാമുകനായ സൂര്യൻ്റെ ആ ദർശനത്താലാണ്. അതായത് സൂര്യൻ്റെ കൂടെയാണല്ലോ, ആ ദർശനത്തിൻ്റെ മുമ്പിലാണല്ലോ അവൾ ഉള്ളത്. ഇനി 12 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92-12 പശൂന ചിത്ര സുഭഗ പ്രധാന സിന്ധുർന ക്ഷോത ഉർവിയ വ്യശ്വത അമിനദീ ദൈവാനി വൃതാനി സൂര്യസ്യ ചേതി രശ്മിഭിർദൃശാന. ഉഷസ് പശുക്കളെ പോലെ വ്യാപ്തമായി നദികൾക്ക് തുല്യം പ്രവഹിക്കുന്നു. അവൾ ദേവതകളുടെ നിയമങ്ങളെ അവഹേളിക്കുന്നില്ല. സൂര്യകിരണങ്ങളിലൂടെ ദൃശ്യമാകുന്നു. ഉജ്ജ്വലവർണ്ണവും സൗഭാഗ്യവതിയുമായ അവളെ സൗന്ദര്യം, അതായത് രാവിലെയുള്ള ആ ഒരു
പ്രകൃതി ഭംഗി. സൗഭാഗ്യവതിയാണ്. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന അവള് പശുക്കളെപ്പോലെ വ്യാപ്തമായിട്ട് എല്ലായിടവും വ്യാപിച്ച് നദികൾക്ക് തുല്യം പ്രവഹിക്കുന്നു. നദികൾ ഇങ്ങനെ ഒഴുകുന്നത് പോലെയാണ് അവൾ ഒഴുകുന്നത്. പ്രകാശം പരക്കുന്നത് ഒരു നദി ഒഴുകുന്നത് പോലെയായിട്ട്. അത് കവിഭാവന. അവൾ പക്ഷെ ഒന്നുണ്ട്, പ്രകാശം എന്താണ്? ഊർജമാണ്. അത് തരംഗരൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. അവൾ ദേവനിയമങ്ങളെ അനുസരിക്കുന്നു, പ്രകൃതി നിയമങ്ങളെ അവൾ അനുസരിക്കുന്നുണ്ട്. അവൾ വരുന്നതിന് കൃത്യമായ സമയമുണ്ട്, പോകുന്നതിന് കൃത്യമായ സമയമുണ്ട്. 2050 എത്ര മണിക്ക് അവൾ പോകും എന്നുള്ളത് ജ്യോത്സ്യന്മാരെ കണക്കൂട്ടിയിട്ട് പറഞ്ഞു തരും. തിരുവനന്തപുരത്ത് എത്ര മണിക്കാണ് അവൾ 2030 ഒരു ജാനുവരി 15 തിരുവനന്തപുരത്ത് എത്ര മണിക്കാണ് അവൾ പോകുക എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കുറിച്ച് വെച്ച് അതുപോലെ അവൾ പോയിരിക്കും. അപ്പം ദേവനിയമങ്ങളെയെല്ലാം അവൾ അനുസരിക്കും. കിരണങ്ങളിലൂടെയാണ് അവൾ ദൃശ്യമാകുന്നത്. സൂര്യൻ്റെ കിരണമാണ് അവളെ ദൃശ്യമാക്കുന്നത്. ഇനി 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 92 13 ഉഷസ്തചിത്രമാ ആഭര അസ്മഭ്യം വാജിനീവതി യേന തോകം ച തനയം ച ധാമഹേ. ഉഷസ് വളരെയധികം അന്നത്തോടു കൂടിയവളാണ്. ആ അത്ഭുതകരമായ അന്നത്തെ ഞങ്ങൾക്കായി കൊണ്ടുവരുന്നു. അതുമൂലം ഞങ്ങളുടെ പുത്ര പൗത്രാദികൾ പോഷിതരാകുന്നു. അവൾ വളരെയേറെ അന്നത്തോടു കൂടിയവളാണ്. അവളെ കൈവശം അന്നമാന അന്നമുണ്ട്. ആ അന്നമാണ് ചെടികൾ. ആ സൂര്യൻ്റെ ഊർജം എടുത്തുകൊണ്ടാണ് ചെടികൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് ചില വൈറ്റമിൻ എല്ലാം സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് കിട്ടുന്നത്. അവിടെ നിന്ന് കൊടുത്താൽ മതി അവൾ വരുമ്പോൾ. അപ്പം നമ്മുടെ ശരീരത്തിൽ വേണ്ട വൈറ്റമിൻ അവൾ തരും. അപ്പോൾ വളരെയേറെ അന്നത്തോടു കൂടിയവളാണ്. അത്ഭുതകരമായ അന്നത്തെ നമുക്ക് കൊണ്ടുതരും. അതുകൊണ്ട് അവളോട് പറയുകയാണ്, എല്ലാ അന്നങ്ങളും പ്രകൃതിയിൽ എല്ലാം വിളയുന്നത് ആ സൂര്യപ്രകാശത്താലാണ്. അങ്ങനെ നമ്മുടെ പുത്ര പൗത്രാദികൾ പോഷിക്കട്ടെ എന്ന് പറയാണ്, പുഷ്ടി പ്രാപിക്കട്ടെ എന്ന് പറയാണ്. വ്യാഖ്യാനമൊന്നും അതി ആവശ്യമില്ല. ഇനി 14 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92 14 ഉഷോ അദ്യേഹ ഗോമത്യശ്വാവതി വിഭാവരി ദേവതസ്മേ വിച്ഛ സുനൃതാവതി. ഗോക്കളാലും അശ്വങ്ങളാലും പ്രകാശത്താലും സത്യവാണിയാലും യുക്തമായ ഉഷസ് ഞങ്ങൾക്ക് വേണ്ടി ധനവുമായി വരുന്നു. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ആ ഊർജം നൽകുന്ന, അശ്വങ്ങളെ നൽകുന്ന, ശക്തി നൽകുന്ന, പ്രകാശം നൽകുന്ന സത്യവാണിയായ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ആ ഉഷസ് ഞങ്ങൾക്ക് ധനം നൽകട്ടെ. നമുക്ക് ധനം നൽകുന്നത് എങ്ങനെയാണ്? നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും. കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഫലം കിട്ടും. ഇനി 15 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92 15 യക്ഷ്വാഹി വാജിനീവദത്വാശ്വാം അദ്യാരുണാമുഷഃ അധനോ വിശ്വാ സൗഭഗാന്യാവഹ. അന്നവതിയായ ഉഷസ് അരുണാശ്വങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി പശുക്കളെ പൂട്ടിയ രഥത്തിൽ സകല സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നു. 15 പറയുകയാണ്, അന്നം നൽകുന്ന ഉഷസ്സേ. നമുക്ക് അന്നം എല്ലാം നൽകുന്നത് ആരാണ്? ഉഷസ്സാണ്. സൂര്യൻ്റെ വെളിച്ചമൊന്നും ഇല്ലെങ്കിൽ ചെടികളൊന്നും വളരില്ല, അന്നങ്ങൾ ഉണ്ടാവില്ല. നീ അരുണാശങ്ങളെ ഉപേക്ഷിച്ചിട്ട് രാവിലെയുള്ള ആ വെളിച്ചമുണ്ടല്ലോ, അത് ചുവപ്പും എല്ലാം കൂടി ചേർന്ന ആ വെളിച്ചമുണ്ടല്ലോ, അതിനെ ഉപേക്ഷിച്ചിട്ട്, കാരണം അതിന് ബലം കുറവാണ്. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പശുക്കളെ പൂട്ടിയ രഥത്തിൽ സകല സൗഭാഗ്യങ്ങളും കൊണ്ടുവരിക. ഇപ്പം രാവിലെ വരുന്ന സൂര്യന് പ്രകാശം കുറവാണ്, ശക്തി കുറവാണ്. അതുകൊണ്ട് ആ രഥത്തെ എടുത്ത് നീ കളാം. എന്നിട്ട് കുറേ അങ്ങോട്ട് എത്തുമ്പോൾ നല്ല വെളുത്ത
പശുക്കളെ കൂട്ടങ്ങളെ പോലെയുള്ള രശ്മികൾ, നല്ല നല്ല ചൂടും വെളിച്ചുമുള്ള രശ്മികൾ ആ രഥത്തിൽ വരിക. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാ കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുമ്പോൾ തുണിയൊന്നും വേഗത്ത് കൊണ്ടിടില്ലല്ലോ. ചെടികളെല്ലാം വളരുന്നത്, ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന സമയത്താണ്. ഇനി 16 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 92 16 അശ്വിന വർത്തിരസ്മത ഗോമദ്സ്രാഹിരണ്യവത് അർവാഗ്രഥം സമനസാ നിയച്ഛതം. അശ്വിനികൾ ഏക മനസ്സുള്ളവരായി ഗോക്കളെയും അശ്വങ്ങളെയും നിറച്ചുകൊണ്ടുള്ള രഥം ഞങ്ങളുടെ വീട്ടുവാതുക്കൽ നിർത്തുന്നു. ഇവിടെ അശ്വനി കുമാരന്മാരെ പറ്റിയാണ് പറയുന്നത്. അശ്വനി കുമാരന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഉഷസ്സിൽ നിന്നുള്ള ബലം, അതിൽ നിന്ന് രശ്മികളാണ് നമ്മളെ സ്വാധീനിക്കുന്ന ബലം. ബലത്തെ എപ്പോഴും ഫിസിക്സിൽ 2 ആയിട്ടാണ് കാണുക. അശ്വനി കുമാരന്മാർ ഒരു ബലത്തിനെ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റുമായിട്ട് 2 ആയിട്ട് തിരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുക. അത് നമ്മൾ പണ്ട് അശ്വനി കുമാരന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ബലങ്ങളാണ്. ഫോഴ്സിന് 2 കോമ്പോണൻ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. അതുകൊണ്ടാണ് എപ്പോഴും ഫോഴ്സിൻ്റെ 2 ഉള്ളത് കൊണ്ടാണ് അശ്വനി കുമാരൻ ഇരട്ടകളാണ്. അപ്പം ഈ ഇരട്ടകളോട് പറയുകയാണ്, ആ ബലത്തോട് പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി വരിക. കാരണം ഒന്നിച്ചാണ് വരിക, ഒന്നിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നിച്ചാണ് വരിക. ഏക മനസ്സുള്ളവരായി ഗോക്കളെയും അശ്വങ്ങളെയും കൂട്ടിയ നിങ്ങളുടെ രഥത്തിൽ വന്ന്, എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന നിങ്ങളുടെ രഥത്തിൽ വന്ന് ഞങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുക. എന്തിന്? നമുക്ക് നമ്മളെ കർമ്മത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെളിച്ചം എല്ലാവരുടെ അടുത്ത് നിർത്തുന്നുണ്ടല്ലോ. തുണി നമ്മളെ മുറ്റത്ത് വരും, തുണി ആടിയിട്ടാൽ മതി, തേങ്ങ ഉണക്കണ്ടിക്ക് മുറ്റത്തിട്ടാൽ മതി. നമുക്ക് ഊർജം കിട്ടുന്നതെല്ലാം സൂര്യനിൽ നിന്ന് തന്നെയാണ്. സൂര്യൻ്റെ ഊർജം തന്നെയാണ് ചെടികളെടുത്തിട്ട് ഭക്ഷണമായിട്ട് മാറ്റിയിട്ട് അത് തിന്നിട്ടാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുക. ഇനി 17 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 92 17 യാവിദ്ധ ശ്ലോകമാദിവോ ജ്യോതിർജനായ ചക്രധുഃ ആന ഊർജം വഹതമശ്വിനായുപം. അശ്വിനി കുമാരന്മാർ ആകാശത്തു നിന്നും തേജസ് കൊണ്ടുവന്ന് മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി ബലം കൊണ്ടുവരുന്നു. ഈ അശ്വിനി കുമാരന്മാരെ, അപ്പോൾ അത് ബലങ്ങളാണ്, സൂര്യനിൽ നിന്നുള്ള ബലങ്ങൾ. നീ ആകാശത്തിലെ തേജസ് മനുഷ്യരിലേക്ക് പ്രകാശിപ്പിക്കുന്നു. ആകാശത്തിലുള്ള തേജസ്സാണ്, സൂര്യനിലുള്ള തേജസ്സാണ് ബലം. അത് ഭൂമിയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു, ഇവിടെ മനുഷ്യരിലേക്ക് എത്തിച്ചിട്ട് പ്രകാശിപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ബലം നൽകുക. നമുക്ക് വേണ്ട ബലമെല്ലാം കിട്ടുന്നത് ഏതിൽ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ നിന്ന് തന്നെ സോളാർ സെല്ലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വീട്ടിലുള്ള വൈദ്യുതിയെല്ലാം കിട്ടും. ചെടികൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നു, അതിന് വേണ്ട ശക്തി അതിന് കിട്ടുന്നു. നമുക്ക് ബലം വേണ്ടിയെങ്കിൽ സൂര്യനിൽ നിന്ന് തന്നെയാണ് ബലം കിട്ടുന്നത്. ഇനി 18 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 92 18 ഏകദേവാമയോ ഭുവാ ദസ്രാ ഹിരണ്യവർത്തിനി ഉഷർബുദോ വഹന്തു സോമപീതയേ. സുവർണരഥത്തിലൂടെ സുഖദാതാക്കളും അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നവരുമായ അശ്വിനികളെ ഉഷകാലത്തിൽ ചൈതന്യമുള്ളവരാക്കി അവരുടെ അശ്വങ്ങൾ സോമപാനാർത്ഥം ഇവിടെ കൊണ്ടുവരുന്നു. ഈ അശ്വനികുമാരന്മാർ ഈ ബലങ്ങളെ തന്നെയാണ് പറയുന്നത്. സുവർണരഥത്തിൽ സുഖം നൽകുവാൻ വരുന്ന നിങ്ങൾ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സൂര്യൻ അതിൻ്റെ ശക്തി ബലം നമ്മളിലേക്ക്, ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. ആ ഊർജത്തിൽ ഒന്ന് ശക്തി തന്നെയാണ്, ശക്തിയാണ് ബലം. അത് അശ്വനി കുമാരന്മാർ. അവർ നമ്മളിലേക്ക് വരുന്നതിനാണ് നമ്മളെ കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ, നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. നമ്മളെ നാഡികളിലൂടെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ കർമ്മം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. അത് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടില്ല. കർമ്മത്തെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ ചൈതന്യം നൽകുന്നു.
നമ്മളെ ചൈതന്യമുള്ളവരാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സോമം പാനം ചെയ്യുവാനായിട്ട് നീ വരിക. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്താണ്? എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്, ആ വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത്, ഇൻപുട്സ്. ആ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാവയ്ക്ക എടുത്തിട്ട് ചെത്തിയിട്ട് വെയിലത്ത് കൊണ്ട് വെച്ച് കൊടുക്കുകയായിരിക്കും. ഇപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ സോമം പാനം ചെയ്യും. അത് വന്നിട്ട് നമ്മൾ സോമം പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പാവയ്ക്കയിലുള്ള വെള്ളമെല്ലാം അത് കുടിച്ചോളും. നമ്മൾ കൊടുക്കുന്ന സോമം പാനം ചെയ്യും. ആ പാവയ്ക്കയിലുള്ള വെള്ളം മുഴുവൻ സൂര്യൻ കുടിച്ചോളും. എന്നിട്ട് ബാക്കി വരുന്ന ഉണങ്ങിയ സാധനം നമുക്ക് തരും.